ഈ പെന്തക്കോസ്തക്കാർ അല്ലെങ്കിൽ മറ്റ് മതത്തിലുള്ളവരൊക്കെ നമ്മളോട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, പരിശുദ്ധ അമ്മയ്ക്ക് പവറില്ല, എന്തിനാണ് അമ്മയെ കൂട്ടുപിടിക്കണേ? അങ്ങനെ പറയുന്നവരോട് ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഈ പറയുന്ന ഇരുളടഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരു തിരുനാളം വേണം. ആ തിരുനാളമാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് ജീവിക്കുന്നവരുടെ ജീവിതങ്ങളിൽ എല്ലാ അന്ധകാരവും അവൾ എടുത്തു മാറ്റും. കാരണം ലൂയി മോണ്ട്ഫോർട്ട് എന്ന് പറഞ്ഞൊരു വിശുദ്ധനെ പഠിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ്. ലൂയി മോണ്ട്ഫോർട്ടാണ് ഏറ്റവും നല്ല വിമല ഹൃദയ പ്രതിഷ്ഠ എഴുതിയിട്ടുള്ളത്. ഇപ്പം ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എഴുതാനായിട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനുള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പം ആ സമയത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവനോട് പറഞ്ഞു, മോനെ, നീ നിന്റെ ഹൃദയം എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിജയം നീ അനുഭവിക്കും. You're going to win the battle എന്ന് പറയണം. You're going to win the battle. അന്ന് മുതൽ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന്. അമ്മേ, നിൻ പ്രകാശത്താൽ പ്രശോഭിക്കും ഞാൻ, അമ്മേ നിൻ കരലാളനത്തിൽ ശക്തി നേടും ഞാൻ, അമ്മേ നിൻ ചൈതന്യത്താൽ കൃപ നേടിയിടും ഞാൻ, അമ്മേ നിൻ പ്രിയ മകനായി ഞാൻ ഇന്നാനന്ദിച്ചിടും. ലൂയി മോണ്ട്ഫോർട്ട് എഴുതിയിരിക്കുന്ന ഏറ്റവും കൃപയുടെ 4 വരികളാണിത്.